Please like, share and subscribe, and also hit the bell icon to get notification when we post a new video. ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. അഞ്ചാം പാതിര സിനിമ കണ്ട ഒട്ടുമിക്ക പേർക്കും ഉള്ള സംശയമാണ് എന്താണ് ഈ ഡാർക്ക് വെബ്. പിന്നെ ഇപ്പോൾ ന്യൂസ് ചാനലിൽ സൂം ആപ്പിൻ്റെ ക്രെഡൻഷ്യൽസ് ഹാക്കായി എന്ന് വന്നപ്പോൾ എല്ലാവരുടെ സംശയവും പിന്നെയും കൂടി. അതോടെ ട്രോളന്മാർക്കൊരു നല്ലൊരു അവസരമായി. വാട്സാപ്പിൻ്റെ ഡാർക്ക് മോഡ് വരെ ഡാർക്ക് വെബിൻ്റെ ഭാഗമാണ് എന്ന് കണ്ട് നമ്മൾ ട്രോളുകൾ കണ്ടു. സത്യത്തിൽ എന്താണ് ഈ ഡാർക്ക് വെബ്, ഇതിൻ്റെ മിസ്റ്ററി എന്താ, ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വിതൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. A vast secret cyber underworld. It's called the dark web, and people aren't using it to buy shoes. They're buying drugs, weapons, anything you can imagine. The subterranean realm is sinister and untraceable, with consequences that can be deadly. For the basics, web is categorized into three. First is surface web. Surface web എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് കണ്ടന്റ് ആണ്. അതായത് നമുക്ക് സെർച്ച് എൻജിൻസിൽ സെർച്ച് ചെയ്ത് കാണുന്ന കണ്ടന്റിനാണ് സർഫേസ് വെബ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഡീപ്പ് വെബ്. ഡീപ്പ് വെബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഇൻഡെക്സ്ഡ് ഫ്രം ദി യൂസേഴ്സ്. അതായത് യൂസേഴ്സിന് കാണാൻ പറ്റാത്ത ഇതിനാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഇവിടെ യൂസേഴ്സിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, പേറോൾ, ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ ഇതെല്ലാം ആയിരിക്കും. സോ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ സെർച്ചസിൽ ആക്സസിബിൾ അല്ല. മൂന്നാമത്താണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഇവിടെ സൈറ്റ്സ് ആർ ഇൻറ്റൻഷനലി ഹിഡൻ ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് ഈ സൈറ്റ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ബ്രൗസേഴ്സ് വേണ്ടി വരും വിച്ച് ഹൈഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ യൂസേഴ്സ്. ആൻഡ് ഫസ്റ്റ് മെസ്സേജ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് വാസ് പാസ്ഡ് ആൻഡ് ദിസ് വാസ് പാസ്ഡ് ത്രൂ അപ്പർനെറ്റ് വിച്ച് ഈസ് എ ആൻസിസ്റ്റർ ടു ഇൻ്റർനെറ്റ്. ലേറ്റർ കമ്പ്യൂട്ടേഴ്സ് അറൗണ്ട് ദ ഗ്ലോബ് സ്റ്റാർട്ടഡ് ടു കണക്ട് ആൻഡ് ഇൻ്റർനെറ്റ് വാസ് ബോൺ. അപ്പോഴും ആൾക്കാർ ഇൻ്റർനെറ്റിനെ യൂസ് ചെയ്യുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിരുന്നു. യു വോണ്ട് ബിലീവ് ദ ഫസ്റ്റ് ഇ-കോം ട്രാൻസാക്ഷൻ വാസ് എ ഡ്രഗ് ഡീൽ ഇൻ 1970 ആൻഡ് വാസ് ബിറ്റ്വീൻ ടു സ്റ്റുഡൻറ്റ്സ് ഇൻ MIT Stanford. In the mid-1990s, things started to get interesting and a technology called Tor was created. And Tor stands for the Onion Router, which allows users to exchange information anonymously online. ഇതാണ് ഡാർക്ക് വെബിൻ്റെ ബാക്ക് ബോൺ. ആസ് ഡാർക്ക് വെബിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് അനോണിമിറ്റിയാണ്. ആൻഡ് ടോർ മേക്സ് ദിസ് ഹാപ്പൻ ബൈ ബൗൺസിങ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ 3 ഡിഫറെൻറ്റ് സെർവേഴ്സ് ആൻഡ് മേക്കിംഗ് ദ IP അൺട്രേസബിൾ. അതുകൊണ്ട് ടോറിന് ഒണിയൻ ഉള്ള പേര് വന്നു, ആസ് ഒണിയൻ ഹാസ് മെനി ലെയേഴ്സ്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടോർ വാസ് ഇൻവെൻറ്റഡ് ബൈ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡേഴ്സ് ആൻഡ് ക്രിമിനൽസ് who were trying to evade the government's control. And this makes sense looking at the activities that are on the dark web. പല കൺട്രീസിലും ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നത് മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയാണ്. ആൻഡ് നമുക്കറിയാമല്ലോ, മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടത് ഏറ്റവും പ്രധാനമായി അനോണിമിറ്റിയാണ്. ഓൾസോ ടോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഡാർക്ക് വെബിലോട്ട് പോകാനായിട്ട്. ദർ ആർ മെനി അതർ വേസ് ടു ഗെറ്റ് ഇൻ ടു ഡാർക്ക് വെബ്. ഒരു മേജർ റിസർച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് വെബ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡ്രഗ് ഡീൽസും വെപ്പൺ ഡീൽസിനുമാണ്. വേറൊരു റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2001 ഡാർക്ക് വെബ് എന്ന് പറയുന്നത് കൺസിസ്റ്റഡ് ഓഫ് 7.5 പെറ്റാബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് 2 വർഷത്തിനകം ഇറ്റ് എക്സ്പാൻഡഡ് ടു 91,000 പെറ്റാബൈറ്റ്സ്. സോ ഇൻവിസിബിൾ വെബ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻ്റർനെറ്റിൻ്റെ 96% ആണ്. സോ ആക്ച്വലി നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒരു 4% ഓഫ് ഇൻ്റർനെറ്റ് ഡേറ്റ ആണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ജസ്റ്റ് 0.09% ഓഫ് ഇൻ്റർനെറ്റ് ഡേറ്റ ആണ്. നമുക്ക് ഈ ഡാർക്ക് വെബിൽ പലതരം ആൾക്കാരെ കിട്ടും. പീപ്പിൾ സെല്ലിംഗ് വെപ്പൺസ്, പീപ്പിൾ സെല്ലിംഗ് ഡ്രഗ്സ്, ഡോക്ടേഴ്സ് ഗിവിംഗ് അഡ്വൈസസ് which they can't generally give in the public, chat rooms containing people who talk about anti-government activities which they generally cannot do in the public. അതേപോലെ we can get people selling fake identities, people selling bank account details,
Also, it contains a Wikipedia page which contains information that are immune from censorship. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഫേമസ് വെബ്സൈറ്റ്സ് ഇൻ ഡാർക്ക് വെബ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സിൽക്ക് റോഡ് മാർക്കറ്റ് പ്ലേസ്. നമുക്ക് എല്ലാവർക്കും സിൽക്ക് റോഡിൻ്റെ ഹിസ്റ്ററിനെ പറ്റി അറിയാം ആൻഡ് നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ സിൽക്ക് റോഡ് മാർക്കറ്റ് പ്ലേസിൻ്റെ പേര് കിട്ടിയത്. ഇവിടുത്തെ മെയിൻ സെല്ലിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് ഫേക്ക് പാസ്പോർട്ട്സ് ആണ്. ആൻഡ് ഇത് നമുക്ക് ബിറ്റ് കോയിൻസ് വെച്ച് മേടിക്കാം, which is the most famous form of cryptocurrency. Dark web is highly dangerous and it is not a place to surf, and people should really understand the risk before using it. ഈ റിസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് യു ഗെറ്റ് കോട്ട് ആൻഡ് യുവർ ഐഡൻറ്റിറ്റി ഈസ് ട്രേസ്ഡ് ഡ്യൂറിങ് എ വിസിറ്റ് ടു എ ഡാർക്ക് വെബ്സൈറ്റ്, you can get fake calls or your webcam can get hacked and people can put its live stream in public. Or you may be followed and they can take your photos, and these photos can pop up while you are surfing on the normal net and doing daily activities. It is a horrific feeling when something like this happens. അതുകൊണ്ട് കുറേ പേര് ഡാർക്ക് വെബിനെ വേറൊരു പേരായിട്ട് വിളിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ദ അണ്ടർവേൾഡ്. ആൻഡ് ഇത് ശരിയാണ്, ബിക്കോസ് കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഇതുപോലെയാണ്. ഇതെല്ലാം ശരിയാണ്, പക്ഷേ ഡാർക്ക് വെബ് ഇസ് ഓൾസോ യൂസ്ഡ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ടു കീപ് പീപ്പിൾ ആൻഡ് ദെയർ ഐഡിയാസ് സേഫ്. ദ മെയിൻ ക്വസ്റ്റ്യൻ ദാറ്റ് അറൈസസ് ഇസ്, ഹൗ ഡു വി സ്റ്റോപ്പ് ദ പാർട്സ് ഓഫ് ഡാർക്ക് വെബ് ദാറ്റ് ഷുഡൻറ്റ് എക്സിസ്റ്റ്? ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഇല്ല, ബട്ട് പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. പെർഹാപ്സ് ഇന്നത്തെ സോഷ്യൽ ലൈഫ് കണ്ടിട്ട് ഡാർക്ക് വെബിൻ്റെ അനോണിമിറ്റി മൈറ്റ് ബി നെസസറി. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ഡു വി നീഡ് എ ഡാർക്ക് വെബ് ഫോർ സേവിങ് അവർ പ്രൈവസി? So with this question നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. I hope you all enjoyed today's video. ഇതുപോലെ വീഡിയോസിന് please stay subscribed. Thank you.